ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ 2025 പ്രതീക്ഷിക്കാവുന്ന കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ്. എക്സാംസിന് പ്രതീക്ഷിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2025 കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കറണ്ട് അഫേഴ്സ് വീഡിയോസ് നമ്മൾ സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ടൈം കളയാതെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മാവേലിക്കരയിലാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം എവിടെ വരുന്നു? മാവേലിക്കരയിലാണ് രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, 2025 യുവജന ദിനത്തോടനുബന്ധിച്ച് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2025 വേദിയായത്. ഇപ്പോൾ 2025 യുവജന ദിനത്തോടനുബന്ധിച്ചിട്ട് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2025 വേദിയായത് എവിടെയാണ്ടാ? അത് ഭാരത മണ്ഡപം, ഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിലാണ് നമ്മുടെ 2025 യുവജന ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള വികസിത ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിന് വേദിയായത്. എവിടെയാണ്? ഭാരത മണ്ഡപം, ഡൽഹി. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നെ ഇത് റിവൈസ് ചെയ്ത് ഒന്ന് വായിച്ചിട്ടേ നമ്മൾ അടുത്ത സെറ്റിലോട്ട് പോവുള്ളൂ. അടുത്ത്, റോഡ് അപകടങ്ങൾ തടയാൻ നോ ഹെൽമറ്റ് നോ ഫ്യൂവൽ നയം നിർദ്ദേശിച്ച സംസ്ഥാന സർക്കാർ. അപ്പോൾ നമ്മുടെ റോഡ് അപകടങ്ങൾ തടയാനായിട്ട് നോ ഹെൽമറ്റ് നോ ഫ്യൂവൽ നയം, നിങ്ങൾ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്രോളും ഇല്ല എന്ന് പറയുന്ന ആ ഒരു നയം നിർദ്ദേശിച്ച സംസ്ഥാന സർക്കാർ ഏതാണ്? അത് ഉത്തർപ്രദേശ് സർക്കാരാണ്. അപ്പോൾ റോഡ് അപകടങ്ങൾ തടയാനായിട്ട് നോ ഹെൽമറ്റ് നോ ഫ്യൂവൽ നയം നിർദ്ദേശിച്ച സംസ്ഥാന സർക്കാർ ഏതാണ്? അത് ഉത്തർപ്രദേശ് സർക്കാരാണ്. അടുത്ത്, ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ട് പുറത്തിറക്കിയ രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ട് പുറത്തിറക്കിയ രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലിൻ്റെ പേര് എന്താണ്? INS ഉത്കർഷാണ്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ട് പുറത്തിറക്കിയ രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലിൻ്റെ പേര് എന്താണ്? INS ഉത്കർഷ്. അടുത്ത്, സംസ്ഥാനത്ത് ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്ന ആശുപത്രി എവിടെയാണ്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ വന്നു? നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സ്കിൻ ബാങ്ക് നിലവിൽ വന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, ജെഫ് ബസോസിൻ്റെ ഉടമസ്ഥതയിലുള്ള ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിനിൽ നിന്നും വിക്ഷേപണത്തിനൊരുങ്ങുന്ന റോക്കറ്റ് ഏതാണ്? അത് ന്യൂ ഗ്ലെൻ ആണ്. അപ്പോൾ ഇത് വിക്ഷേപിച്ചു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ജെഫ് ബസോസിൻ്റെ ഉടമസ്ഥതയിലുള്ള ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിനിൽ നിന്നും വിക്ഷേപണത്തിനൊരുങ്ങുന്ന റോക്കറ്റ് ഏതാണ്ടാ? അത് ന്യൂ ഗ്ലെൻ ആണ്. ഏതാണ്? ന്യൂ ഗ്ലെൻ ആണ്. അപ്പോൾ ഇത് നോക്കിയാൽ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. രാജ്യത്തെ ആദ്യത്തെ തേൻ മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ്? അത് മാവേലിക്കരയിലാണ്. 2025 യുവജന ദിനത്തോടനുബന്ധിച്ച് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2025 വേദി എവിടെയാണ്? ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിലാണ്. റോഡ് അപകടങ്ങൾ തടയാൻ നോ ഹെൽമറ്റ് നോ ഫ്യൂവൽ നയം നിർദ്ദേശിച്ച സംസ്ഥാന സർക്കാരാണ് ഉത്തർപ്രദേശ് സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്കായി പുറത്തിറക്കിയ രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലിൻ്റെ പേരാണ് INS ഉത്കർഷ്. സംസ്ഥാനത്ത് ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന ആശുപത്രി ഏതാണ്? അത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. ലാസ്റ്റ് പറഞ്ഞ ചോദ്യം എന്താണ്? ജെഫ് ബസോസിൻ്റെ ഉടമസ്ഥതയിലുള്ള ബഹിരാകാശ കമ്പനിയായ ബ്ലൂ ഒറിജിനിൽ നിന്നും വിക്ഷേപണത്തിനൊരുങ്ങുന്ന റോക്കറ്റ് ഏതാണ്? അത് ന്യൂ ഗ്ലെൻ ആണ്. ഇത്രയും കിട്ടിയെന്ന് കരുതുന്നു. അടുത്ത സെറ്റ് ചോദ്യങ്ങളാണ്. ICCയുടെ 2024 ഡിസംബർ മാസത്തിലെ മികച്ച പുരുഷ ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പേസർ ആര്? അറിയാം ആരാണ്? പേസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ജസ്പ്രീത് ബുംറയാണ്. അപ്പോൾ ICCയുടെ 2024 ആ ഒരു ഡിസംബർ മാസത്തിലെ മികച്ച പുരുഷ ക്രിക്കറ്റ് താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പേസർ ആരാണ്? അത് ജസ്പ്രീത് ബുംറയാണ്. ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. അടുത്ത്, വിംബിൾട്ടണിൽ 100 വിജയം പൂർത്തിയാക്കിയ രണ്ടാമത്തെ പുരുഷ താരം. അപ്പോൾ വിംബിൾട്ടണിൽ 100 വിജയം പൂർത്തിയാക്കിയ രണ്ടാമത്തെ പുരുഷ താരമാര് ആരാണ്? അത് നൊവാക്ക് ജോക്കോവിച്ച് ആണ്. അപ്പോൾ വിംബിൾട്ടണിൽ 100 വിജയം പൂർത്തിയാക്കിയ
രണ്ടാമത്തെ പുരുഷ താരമാര് ആരാണ്? നൊവാക്ക് ജോക്കോവിച്ച്. അടുത്ത്, സൂചി ഉപയോഗിക്കാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുവാനുള്ള സംവിധാനം വികസിപ്പിച്ചത് IISc ആണ്. അപ്പോൾ സൂചി ഉപയോഗിക്കാതെ നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുവാനുള്ള സംവിധാനം വികസിപ്പിച്ചാരാണ്? IISc ആണ്. അടുത്ത്, ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറിയായി 2025 നിയമിതനായത്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി ആയിട്ട് 2025 നിയമിതനായ വ്യക്തി ആരാണ്? അജയ് സേത്താണ്. അപ്പോൾ ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി ആയിട്ട് 2025 നിയമിതനായ വ്യക്തി ആരാണ്? അജയ് സേത്ത്. ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത്. ധനകാര്യ സെക്രട്ടറി അജയ് സേത്ത്. അടുത്ത്, ഒരു മോഡേൺ ഇന്ത്യൻ ആർട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ ലേലത്തുകയിൽ വിറ്റുപോയ MF ഹുസൈൻ്റെ ചിത്രം ഏതാണ്? ഗ്രാമയാത്രയാണ്. 118 കോടിക്കാണ് അത് വിറ്റുപോയത്. അപ്പോൾ ഒരു മോഡേൺ ഇന്ത്യൻ ആർട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ ലേലത്തുകയിൽ വിറ്റുപോയ MF ഹുസൈൻ്റെ ചിത്രം ഏത് ചിത്രമാണ്? അത് ഗ്രാമയാത്ര എന്ന് പറയുന്ന ചിത്രമാണ്. 118 കോടിക്കാണ് അത് വിറ്റുപോയത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം, 118 കോടിയൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരിക്കാം. MF ഹുസൈൻ്റെ ചിത്രമാണ് ഗ്രാമയാത്ര. അത് 118 കോടിക്ക് വിറ്റുപോയി. അപ്പോൾ ഒരു മോഡേൺ ഇന്ത്യൻ ആർട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ ലേലത്തുകയാണ് ഇതെന്ന് മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഈ സെറ്റിലെ ലാസ്റ്റ് ചോദ്യമാണ്, 2024-25 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട ജേതാക്കൾ ആരാണ്? ലിവർപൂളാണ്. അപ്പോൾ 2024-25 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട ജേതാക്കൾ ആരാണ്? അത് ലിവർപൂളാണ്. അപ്പോൾ 2024-25 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട ജേതാക്കൾ ആരാണ്? അത് ലിവർപൂളാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ചോദ്യങ്ങൾ ഒന്നുകൂടി, ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ICCയുടെ 2024 ഡിസംബർ മാസത്തിലെ മികച്ച പുരുഷ ക്രിക്കറ്റ് താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പേസർ ആരാണ്? നമ്മുടെ ജസ്പ്രീത് ബുംറയാണ്. വിംബിൾട്ടണിൽ 100 വിജയം പൂർത്തിയാക്കിയ രണ്ടാമത്തെ പുരുഷ താരമാര് ആരാണ്? നൊവാക്ക് ജോക്കോവിച്ച് ആണ്. സൂചി ഉപയോഗിക്കാതെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുവാനുള്ള സംവിധാനം വികസിപ്പിച്ചത് ആരാണ്? IISc ആണ്. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി ആരാണ്ട? അജയ് സേത്താണ്. ആരാണ്? അജയ് സേത്താണ് ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി. നമ്മൾ അപ്പോയിൻമെൻ്റൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാം, പോട്ടെ. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി ആരാണ്? അത് അജയ് സേത്താണ്. അടുത്ത്, ഒരു മോഡേൺ ഇന്ത്യൻ ആർട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ ലേലത്തുകയിൽ വിറ്റുപോയ MF ഹുസൈൻ്റെ ചിത്രം അത് ഗ്രാമയാത്രയാണ്. എത്ര രൂപയാണ്? 118 കോടിക്കാണത് വിറ്റ് പോയത്. നമ്മുടെ ഈ സെറ്റിൽ ലാസ്റ്റ് ചോദ്യം എന്താണ്? 2024-25 ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീട ജേതാക്കൾ ആരാണ്? അത് ലിവർപൂളാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി നടക്കുന്ന നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിൽ നിന്ന് പിന്മാറിയ പാകിസ്ഥാൻ താരം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് നടക്കുന്ന നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിൽ നിന്ന് പിന്മാറിയ പാകിസ്ഥാൻ താരമാര് ആരാണ്? അർഷാദ് നദീമാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നടക്കുന്ന നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിൽ നിന്ന് പിന്മാറിയ പാകിസ്ഥാൻ താരമാരാണ്? അർഷാദ് നദീം. ആരാണ്? അർഷാദ് നദീം. അടുത്ത്, ലോക അത്ലറ്റിക് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിൻ്റെ ആദ്യ പതിപ്പിൻ്റെ വേദി എവിടെയാണ്? വേദി കർണാടകയിലെ ബംഗളൂരുവിലാണ്. അപ്പോൾ ലോക അത്ലറ്റിക് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിൻ്റെ ആദ്യ പതിപ്പിൻ്റെ വേദി എവിടെയാണ്? കർണാടകയിലെ ബംഗളൂരുവിലാണ്. എവിടെയാണ്? കർണാടകയിലെ ബംഗളൂരുവിലാണ്. അടുത്ത്, യുനെസ്കോയുടെ പിന്തുണയുള്ള ഇൻ്റർനാഷണൽ സെൻറ്റർ ഓഫ് ഫിലിം ഫോർ ചിൽഡ്രൻസ് ആൻഡ് യങ് പീപ്പിളിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ്. അപ്പോൾ ചോദ്യം ഒന്നുകൂടി വായിക്കാം. യുനെസ്കോയുടെ പിന്തുണയുള്ള ഇൻ്റർനാഷണൽ സെൻറ്റർ ഓഫ് ഫിലിം ഫോർ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിളിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ആരാണ്? ജിതേന്ദ്ര മിശ്രയാണ്. ആരാണ്? ജിതേന്ദ്ര മിശ്ര. അപ്പോൾ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിളിൻ്റെ പ്രസിഡന്റ് ആരാണ്? ജിതേന്ദ്ര മിശ്ര. അപ്പോൾ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിളിൻ്റെ പ്രസിഡന്റ് ആരാണ്? ജിതേന്ദ്ര മിശ്രയാണ്. ആരാണ്? ജിതേന്ദ്ര മിശ്ര. അടുത്ത ചോദ്യമാണ്, 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ
പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം നേടിയത്? അപ്പോൾ ചോദ്യം ഒന്നുകൂടി വായിക്കുകയാണ്. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം, ഒരു വലിയൊരു പുരസ്കാരം, വലിയൊരു പേരാണ്, കിട്ടിയത് ഏതിനാണ്? നമ്മുടെ കിലയാണ്. കില എന്താണ്? കില കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷനാണ്. കിലയുടെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുളങ്കുന്നത്ത് കാവാണ് കിലയുടെ ആസ്ഥാനമെന്ന് പറയുന്നത്. അപ്പോൾ 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം കിട്ടിയത് നമ്മുടെ കിലയാണ്. കിലയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. കിലയുടെ ആസ്ഥാനം എവിടെയാണ്? മുളങ്കുന്നത്ത് കാവാണ്. അടുത്ത് 2025 ഈ ഏപ്രിൽ അങ്ങ് വിടുക. 2025 അന്തരിച്ച പ്രശസ്ത ചലച്ചിത്രകാരൻ ആരാണ്? ഷാജി എൻ കരുണാണ്. അപ്പോൾ 2025 നമ്മുടെ അന്തരിച്ച ചലച്ചിത്രകാരൻ എല്ലാവർക്കും അറിയാം ആരാണ്? ഷാജി എൻ കരുണാണ്. ഏതാണ്? ചലച്ചിത്രകാരനാണ് ഷാജി എൻ കരുൺ. ഓക്കെ ആണെന്ന് കരുതുന്നു. ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പോവാം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നടക്കുന്ന നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിൽ നിന്ന് പിന്മാറിയ പാകിസ്ഥാൻ താരമാണ് ആര്? അർഷാദ് നസീം എന്ന് പറയുന്നത്. ലോക അത്ലറ്റിക് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിൻ്റെ ആദ്യ പതിപ്പിൻ്റെ വേദി നമ്മുടെ കർണാടകയിലെ ബംഗളൂരുവിലാണ്. യുനെസ്കോയുടെ പിന്തുണയുള്ള ഇൻ്റർനാഷണൽ സെൻറ്റർ ഓഫ് ഫിലിംസ് ഫോർ ചിൽഡ്രൻ ആൻഡ് യങ് പീപ്പിളിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവാണ് ജിതേന്ദ്ര മിശ്ര എന്ന് പറയുന്നത്. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരത്തിൽ പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാൻ പുരസ്കാരം നേടിയത് നമ്മുടെ കിലയാണ്. കിലയുടെ ഫുൾ ഫോം എന്താണ്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് കിലയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. കില എവിടെ സ്ഥിതി ചെയ്യുന്നു? മുളങ്കുന്നത്ത് കാവാണ് കില സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ലാസ്റ്റ് പറഞ്ഞ എന്താണ്? 2025 അന്തരിച്ച പ്രശസ്ത ചലച്ചിത്രകാരൻ ആരാണ്? ഷാജി എൻ കരുണാണ്. അപ്പോൾ ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഫയർഫോഴ്സിൻ്റെ മേധാവി ആരാണ്? മനോജ് എബ്രഹാമാണ്. അപ്പോൾ ഫയർഫോഴ്സിൻ്റെ മേധാവി ആരാണ്? മനോജ് എബ്രഹാമാണ്. ഫയർഫോഴ്സിൻ്റെ മേധാവിയായിട്ട് നിയമിതനായ കേരളത്തിലെ പുതിയ DGP ആരാണ്? അത് മനോജ് എബ്രഹാമാണ് ഫയർഫോഴ്സിൻ്റെ മേധാവി. അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ AI ഫൗണ്ടേഷൻ മോഡൽ നിർമ്മിക്കാൻ അനുമതി ലഭിച്ച കമ്പനി ഏതാണ്? സർവം AIക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ AI ഫൗണ്ടേഷൻ മോഡൽ നിർമ്മിക്കാൻ അനുമതി ലഭിച്ച കമ്പനി ഏത് കമ്പനിയാണ്ടാ? സർവം AIക്കാണ് ഈ ഒരു അനുമതി ലഭിച്ചത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തദ്ദേശീയ AI ഫൗണ്ടേഷൻ മോഡൽ നിർമ്മിക്കാൻ അനുമതി ലഭിച്ച കമ്പനി ഏത് കമ്പനിയാണ്? സർവം AIക്കാണ് അനുമതി ലഭിച്ചത്. അടുത്ത് പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ് എന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ. അപ്പോൾ നമ്മുടെ പ്രാദേശിക പ്രത്യേകതകൾ, നമുക്ക് ഓരോ നഗരങ്ങൾക്കും ഓരോ ജില്ലകൾക്കും പ്രാദേശിക പ്രത്യേകതകളുണ്ട്. ആ ഒരു പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ് എന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ ഏതാണ്? കേരള നഗരനയ കമ്മീഷനാണ്. അപ്പോൾ നമ്മുടെ ബ്രാൻഡിംഗ് വേണമെന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ ഏതാണ്? കേരള നഗരനയ കമ്മീഷൻ. ഏതാണ്? കേരള നഗരനയ കമ്മീഷൻ. അടുത്ത് 2025 101 സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകനാര്? നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ 2025 101 സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകനാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. സെക്രട്ടേറിയറ്റിലൊക്കെ ജോലി ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളെ കുറിച്ചൊക്കെ നമുക്ക് പിന്നെ കുറേ കാര്യങ്ങൾ പറയാം. അപ്പോൾ 2025 101 സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകനാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അടുത്ത് ലോകത്തിലെ ആദ്യത്തെ കഥക് സാഹിത്യോത്സവം ഉൾപ്പെടുന്ന 6 ദിവസത്തെ മെഗാ പരിപാടിയായ 37ാമത് കഥക് മഹോത്സവം നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ കഥക് സാഹിത്യോത്സവം ഉൾപ്പെടുന്ന 6 ദിവസത്തെ, ഈ 6 ദിവസത്തേക്ക് വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ പറയാൻ പറ്റില്ല, ഇതൊക്കെ ചോദിക്കില്ല എന്നൊന്നും കറക്റ്റ് ആർക്കും പറയാൻ പറ്റില്ല. നമുക്ക് ഈ നമ്മുടെ ചില യൂട്യൂബ് വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇത് മാത്രമേ ചോദിക്കുകയുള്ളൂ. അത് വേറെ ഒന്നിനുമല്ല, നിങ്ങൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു
ക്ലിക്ക് ബൈറ്റ് ആണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ക്ലിക്ക് ബൈറ്റും തംബ്നെയിലും ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് വീഴാതിരിക്കുക. അപ്പോൾ അങ്ങനെ ആർക്കും കറക്റ്റായിട്ട് ഏത് പരീക്ഷയ്ക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നും പറയാൻ പറ്റില്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ ഇടുമ്പോൾ എന്താണ്, ഏതെങ്കിലുമൊക്കെ കയറി വരും. അപ്പോൾ പിറ്റേ ദിവസം പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവരും കൂടെ അടുത്ത വീഡിയോ ഇടും, നമ്മൾ പറഞ്ഞ ചോദ്യമാണ് വന്നത് എന്നൊക്കെ പറഞ്ഞിടും. സ്വാഭാവികം. നമ്മളിപ്പോൾ PSCയിലെ നമ്മുടെ CPOയുടെ സ്പെഷ്യൽ ടോപ്പിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ തലേ ദിവസം സാധാരണ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് വായിച്ചുകൊണ്ട് പോയ ആ ഒരു വ്യക്തിക്കും അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 1500 2000 രൂപയൊക്കെ കോഴ്സ് എടുത്ത വ്യക്തിക്കും ഒരേ മാർക്കാണ്. അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കുക എന്താണ് നടക്കുന്നതെന്നും നിങ്ങൾ ഏത് ചൂസ് ചെയ്യണമെന്നും. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ കഥക് സാഹിത്യോത്സവം ഉൾപ്പെടുന്ന 6 ദിവസത്തെ മെഗാ പരിപാടിയായ 37ാമത് കഥക് മഹോത്സവം നടന്നത് എവിടെയാണ്ടാ? അത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ 37ാമത്തെ കഥക് മഹോത്സവം നടന്നത് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. അടുത്ത്, ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയുമായി സഹകരിച്ച് വനം വകുപ്പ് നടത്തിയ സർവേയിൽ 5 പുതിയ ഇനം തുമ്പികളെ കൂടി കണ്ടെത്തിയതോടെ നെയ്യാറിലെ ആകെ തുമ്പി ഇനങ്ങളുടെ എണ്ണം. ഇത് നല്ലൊരു ചോദ്യമാണ്. എത്രയാണ്? 111. അപ്പോൾ നെയ്യാറിലെ ആകെ തുമ്പി ഇനങ്ങളുടെ എണ്ണം എത്രയാണ്ടാ? 111 തുമ്പി ഇനങ്ങളാണ് നെയ്യാറിലിപ്പോൾ ഉള്ളത്. അപ്പോൾ ആകെ എത്ര തുമ്പി ഇനങ്ങൾ നെയ്യാറിലുണ്ട്? 111 തുമ്പി ഇനങ്ങളാണ് എവിടെയുള്ളത്? നമ്മുടെ നെയ്യാറിൽ ഉള്ളത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി റിവൈസ് ചെയ്യാം. അപ്പോൾ ഫയർഫോഴ്സ് മേധാവിയായിട്ട് ആരാണ്? മനോജ് എബ്രഹാമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ AI ഫൗണ്ടേഷൻ മോഡൽ നിർമ്മിക്കാൻ അനുമതി ലഭിച്ച കമ്പനി ഏതാണ്? അത് സർവം AIക്കാണ് ആ ഒരു അനുമതി ലഭിച്ചത്. പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ് എന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ ഏതാണ്? കേരള നഗരനയ കമ്മീഷനാണ്. ഏതാണ്? കേരള നഗരനയ കമ്മീഷനാണ്. 2025 101ാം സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകനാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ലോകത്തിലെ ആദ്യത്തെ കഥക് സാഹിത്യോത്സവം ഉൾപ്പെടുന്ന 6 ദിവസത്തെ മെഗാ പരിപാടിയായ 37ാമത് കഥക് മഹോത്സവം നടന്നത് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. ലാസ്റ്റ് പറഞ്ഞ എന്താണ്? നമ്മുടെ നെയ്യാറിലെ ആകെ തുമ്പീനങ്ങളുടെ എണ്ണം എത്രയാണ്? 111 തുമ്പീനങ്ങളാണ് നമ്മുടെ നെയ്യാറിൽ ഇപ്പോൾ ഉള്ളത്. ഇത്രയും ഓക്കെയാണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, അടുത്തിടെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച സിംലിപാൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. സിംലിപാൽ എവിടെയാണ്? ഒഡീഷയിലാണ്, നമുക്കറിയാം. അപ്പോൾ അടുത്തിടെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച സിംലിപാൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഒഡീഷയിലാണ്. സിംലിപാൽ എവിടെയാണ്? ഒഡീഷയിലാണ്. സിംലിപാൽ ഇപ്പോൾ എന്താണ്? ഒരു ദേശീയോദ്യാനമാണ്. അടുത്ത്, കരൾ സംരക്ഷണത്തിനായി ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അപ്പോൾ കരൾ സംരക്ഷണത്തിനായിട്ട് ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. അപ്പോൾ കരൾ സംരക്ഷണത്തിനായിട്ട് ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണ്ട? അത് കേരളമാണ്. അടുത്ത്, എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? നിപുൺ അഗർവാളാണ്. അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? അത് നിപുൺ അഗർവാളാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, എയർ ഇന്ത്യ ഒരു വിമാനം നമ്മുടെ അപകടത്തിൽപ്പെട്ടു. അപ്പോൾ ആ ഒരു വിമാനം ആ ഒരു വഴി പിടിച്ച് നമുക്ക് വേണമെങ്കിൽ PSC ഇതൊക്കെ ചോദിക്കാം. അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? നിപുൺ അഗർവാൾ. അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? നിപുൺ അഗർവാൾ. ഈ കറണ്ട് അഫേഴ്സ് തന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സിൽ വന്നിട്ട് ഇപ്പോൾ MD വാസുദേവൻ നായരുടെ നമ്മുടെ കറണ്ട് അഫേഴ്സ് കാര്യങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ തന്നെ ആ MD വാസുദേവൻ നായരുടെ കറണ്ട് അഫേഴ്സിൽ നിന്ന് കയറിയിട്ട് ആ വാസുദേവൻ നായരുടെ ചരിത്രമൊക്കെ ചോദിക്കാം. അതും എവിടെ വരും? നമ്മുടെ കറണ്ട് അഫേഴ്സിൽ തന്നെ വരും. നിങ്ങൾ നോക്കുമ്പോൾ എന്താണ്, അത് കറണ്ട് അഫേഴ്സ് അല്ലല്ലോ എന്നൊരു ഇത് വരും. പക്ഷേ എന്താണ്, ആ ഒരു കറണ്ട് അഫേഴ്സ് ഇതിൽ നിന്ന് അവർ കയറി പിടിച്ച് എടുത്ത് കൊണ്ടുവരുന്ന ചോദ്യങ്ങളാണ് അത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? നിപുൺ അഗർവാളാണ്. ആരാണ്? നിപുൺ അഗർവാളാണ്. അടുത്ത്, ടുണീഷ്യയുടെ തലസ്ഥാനമായ ടുണീസിൽ നടന്ന WTD കണ്ടൻഡർ ടുണീസ് ടേബിൾ ടെന്നീസിൽ മിക്സ്ഡ് ഡബിൾസ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ജോഡി. അപ്പോൾ നമ്മുടെ ടുണീഷ്യയിൽ നമുക്ക് വേറെ നോക്കേണ്ടത് വലിയൊരു ചോദ്യമാണ്. ടുണീഷ്യയുടെ തലസ്ഥാനമായ ടുണീസിൽ നടന്ന ടുണീസ് ടേബിൾ ടെന്നീസിൽ മിക്സ്ഡ് ഡബിൾസിൽ കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ജോഡികൾ മാനുഷ് ഷായും ദിയ ചിറ്റാലയുമാണ്. മാനുഷും ചിറ്റാലയുമാണ് അവിടെ പോയത്. ടുണീഷ്യ എന്ന് കേൾക്കുമ്പോൾ അവിടുത്തെ ടേബിൾ ടെന്നീസ് കേട്ട് കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ മാനുഷും ചിറ്റാലയുമാണ്. ഇത് മാത്രമേ വരുള്ളൂ. അപ്പോൾ ടുണീഷ്യയിൽ ഒരു ടേബിൾ ടെന്നീസ് മിക്സ്ഡ് ഡബിൾസ് നടന്നു. അപ്പോൾ
കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ജോഡികൾ ആരൊക്കെയാണ്? മാനുഷും ചിറ്റാലയും. ആരാണ്? മാനുഷും ചിറ്റാലയും. ടുണീഷ്യ എന്ന് കേട്ട് കഴിഞ്ഞാൽ, ടുണീഷ്യയിലെ ടേബിൾ ടെന്നീസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ, അത് മിക്സ്ഡ് ഡബിൾസും കൂടെ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ ആരാണ്? മാനുഷ് ഷായും ദിയ ചിറ്റാലയും. ഓക്കെ ആണല്ലോ. അടുത്ത്, കേരളത്തിലെ പുതിയ വിജിലൻസ് ഡയറക്ടർ ആരാണ്? മനോജ് എബ്രഹാമാണ്. അപ്പോൾ കേരളത്തിലെ പുതിയ വിജിലൻസ് ഡയറക്ടറും ആരാണ്? മനോജ് എബ്രഹാമാണ് കേരളത്തിലെ പുതിയ വിജിലൻസ് ഡയറക്ടർ. അടുത്ത്, ലഹരിക്കെതിരായി കൊല്ലം സിറ്റി പോലീസ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മുക്തോദയമാണ്. അപ്പോൾ നമ്മുടെ ലഹരിക്കെതിരെ കൊല്ലം സിറ്റി പോലീസ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മുക്തോദയം. അപ്പോൾ ലഹരിക്കെതിരായിട്ട് കൊല്ലം സിറ്റി പോലീസ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിച്ച പുതിയ പദ്ധതി ഏതാണ്ടാ? അത് മുക്തോദയമാണ്. മുക്തോദയം. ഏതാണ്? മുക്തോദയം. അപ്പോൾ എന്ത് ചെയ്യാം? ഇപ്പോൾ പറഞ്ഞ ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം. അടുത്തൊരു ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ച സിമിലിപാൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? സിമിലിപാൽ ഒഡീഷയിലാണ്. കരൾ സംരക്ഷണത്തിനായിട്ട് ജില്ലാതല ആശുപത്രികളിൽ ഫാറ്റി ലിവർ ക്ലിനിക്കുകൾ ആരംഭിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? നിപുണാണ്. നിപുൺ അഗർവാൾ. ആരാണ്? നിപുൺ അഗർവാൾ. ടുണീഷ്യയുടെ തലസ്ഥാനമായ ടുണീസിലെ ഒരു ടേബിൾ ടെന്നീസ് മിക്സ്ഡ് ഡബിൾസ് നടന്നു. അതിൽ നമ്മൾ കിരീടം സ്വന്തമാക്കിയ ആരൊക്കെയാണ്? മാനുഷും ചിറ്റാലയും. മാനുഷ് ചിറ്റാലയും. അടുത്ത്, കേരളത്തിൻ്റെ പുതിയ വിജിലൻസ് ഡയറക്ടർ ആരാണ്? മനോജ് എബ്രഹാമാണ്. ലഹരിക്കെതിരായി കൊല്ലം സിറ്റി പോലീസ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? അത് മുക്തോദയമാണ്. ഏതാണ്? മുക്തോദയമാണ്. അടുത്ത്, അപ്പോൾ ഈ ഒരു സെറ്റ് ചോദ്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അടുത്ത്, ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വന്ന സംസ്ഥാനം വലിയൊരു വാർത്തയായതാണ്. അവിടുത്തെ മുഖ്യമന്ത്രിയൊക്കെ ഈ ഒരു ബ്രഹ്മോസ് മിസൈലിനെ കുറിച്ച് കുറേ ഘോര പ്രസംഗങ്ങൾ നടത്തി കുറച്ച് ത്രസിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താ പറയുക, ഭയങ്കര പോയിൻ്റായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വന്ന സംസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശാണ്. യോഗി ആദിത്യനാഥാണ് അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വന്ന സംസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. അടുത്ത്, കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. അപ്പോൾ കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്കായിട്ട് നമ്മുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ജ്യോതിയാണ്. ഏതാണ്? ജ്യോതിയാണ്. അപ്പോൾ കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് ജ്യോതിയാണ്. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് കേരള സർക്കാർ ആരംഭിച്ച വിദ്യാഭ്യാസത്തിനായിട്ടുള്ള പദ്ധതി ഏതാണ്? ജ്യോതിയാണ്. ഏതാണ്? ജ്യോതി. മറക്കരുത്. അടുത്ത്, കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന പേരിൽ സിനിമാറ്റിക് വ്യാഖ്യാനമൊരുക്കുന്ന കൃഷ്ണാഷ്ടമി എന്ന കവിത ആരുടേതാണ്? അപ്പോൾ കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന പേരിൽ സിനിമാറ്റിക് വ്യാഖ്യാനമൊരുക്കുന്ന കൃഷ്ണാഷ്ടമി എന്ന കവിത ആരുടേതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെയാണ്. അപ്പോൾ കൃഷ്ണാഷ്ടമി എന്ന് കേൾക്കുമ്പോൾ ആരുടെയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെയാണ്. അപ്പോൾ കൃഷ്ണാഷ്ടമി ആരുടെയാണ്ടാ? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെയാണ് കൃഷ്ണാഷ്ടമി. അടുത്ത്, ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്താണ്. അപ്പോൾ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്താണ്. അപ്പോൾ ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്താണ്. അടുത്ത്, ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച മധ്യപൂർവ്വ ദേശത്തെ ഏക രാജ്യം അത് തുർക്കിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച മധ്യപൂർവ്വ ദേശത്തെ ഏക രാജ്യം ഏതാണ്? അത് തുർക്കിയാണ്. അപ്പോൾ ഒന്നുകൂടി, ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച മധ്യപൂർവ്വ ദേശത്തെ ഏക രാജ്യം ഏതാണ്? അത് തുർക്കിയാണ്. അടുത്ത്, രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ആകാൻ പോകുന്നത് ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. എവിടെയാണ്? അത് മുംബൈയിലാണ്. ഇപ്പോൾ രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ അമേരിക്കൻ സർവകലാശാല ഏതാണ്? ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. എവിടെയാണ് ആരംഭിക്കുന്നത്? മുംബൈയിലാണ്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കൊന്നുകൂടി ഈ ചോദ്യങ്ങൾ റിവൈസ് ചെയ്യാം. ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വന്ന സംസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശാണ്. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ജ്യോതിയാണ്. കൃഷ്ണാഷ്ടമി
ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോനെ ആലോചിക്കുക. കൃഷ്ണാഷ്ടമി. ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ സൂര്യകാന്താണ്. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ നമ്മുടെ ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ. ലീഗൽ എന്ന് പറയുമ്പോൾ സൂര്യനെ ഓർമ്മിക്കുക. സൂര്യൻ ലീഗലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സൂര്യൻ ലീഗലായിട്ടാണ് നിൽക്കുന്നത്. അടുത്ത് ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച മധ്യപൂർവ്വദേശത്തെ ഏക രാജ്യം ഏതാണ്? അത് തുർക്കിയാണ്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച മധ്യപൂർവ്വദേശത്തെ ഏക രാജ്യം ഏതാണ്? അത് തുർക്കിയാണ്. നമ്മൾ ഈ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞ ചോദ്യം എന്താണ്? രാജ്യത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല. അത് മുംബൈയിലാണ് ആരംഭിക്കുന്നത്. ഏത് സർവകലാശാലയാണ്? ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. ഇലിനോയ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്, മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ 35+ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് നോക്കിയത്. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതേപോലെ തന്നെ മാക്സിമം പഠിക്കാൻ നോക്കുക. കറണ്ട് അഫയേഴ്സ് ഫ്രീ ആയിട്ട് ഈ ഒരു ചാനലിൽ നിന്ന് മാക്സിമം ക്ലാസ്സുകളെല്ലാം ഫ്രീ ആണ്. ഇനിയിപ്പോൾ ഈ ചാനലിൻ്റെ മുൻപോട്ട് പോയാലും ഇതിൽ നിന്നും പെയ്ഡായിട്ട് നിങ്ങൾക്ക് ഒന്നും ചോദിക്കില്ല. ഇപ്പോൾ ചില നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ട്, കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ട് കുറച്ച് ലെവലാകുമ്പോൾ അവർ 50 രൂപ, 100 രൂപ, 99 രൂപ അങ്ങനെയൊക്കെ പെയ്ഡ് വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇവിടെ എല്ലാം ഫ്രീ ആണ്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് നമ്മൾ 2024 ടോട്ടൽ കറണ്ട് അഫയേഴ്സ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അത് ഉടനെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ സജഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാം ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ അല്ലേ?